അസ്സലാമു അലൈക്കും പൊന്നേര മക്കളെ, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സദ്യ തിന്നാണ് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങളിൽ എത്രങ്ങാനൊരു കൂട്ടാനാണ്. അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ പറയണില്ല, ചെറുതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾക്കിന്നൊരു കല്യാണമുള്ളത്. അപ്പോൾ ഒരു മണവാട്ടിനെയും മണവാളനെയും കാണിച്ചിട്ട് ഞാൻ ഇവരൊക്കെ നല്ല ഫുഡിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആരെ കല്യാണമാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കാണ്ട് പോവാം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നണ്ട് ചെയ്താലിട്ടാ, എന്നിട്ട് നമുക്ക് കല്യാണപ്പേരിക്ക് എന്നിട്ട് പോയി വെക്കുക. ഓക്കെ, എന്നാൽ പോരി. അപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ രമ്യമോള് മൈലാഞ്ചിടാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വന്നിക്കുന്നു കേട്ടോ. രമ്യ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കാര്യപ്പെട്ട ഒരാളുണ്ട്, ശിവേട്ടൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മോളാണ്. അപ്പം മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതോ നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടിയാണ്. മൈലാഞ്ചി ഇടാൻ വന്നിട്ട് കുറേ നേരമായിട്ട്, അപ്പോൾ ഏകദേശം ഇത് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഓരോ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ കയ്യിൻ്റെ ഉള്ളിനടിയിലും അതേപോലെ പുറത്തും ഒക്കെ സെറ്റപ്പിൽ ഇങ്ങനെ ഇട്ട് റെഡിയാക്കിക്കുന്നു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്നാൽ ഇട്ടിരുന്നു, അന്നും ഓള് മൈലാഞ്ചിടാൻ വന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇനിയിപ്പോൾ ഒരു ഭാഗം കൂടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഈ ഭാഗം ഇതാ കുറച്ചും കൂടി ഇങ്ങോട്ട് ഫില്ല് ചെയ്യാണ്ട് കേട്ടോ, കുറച്ച് ഭാഗം. അല്ലെങ്കിൽ ഇങ്ങനത്തെ മൈലാഞ്ചി 2 ദിവസം മുമ്പ് ഇടണം, എന്നാലാണ് ആ കല്യാണത്തിങ്ങൾക്ക് നല്ല ഇങ്ങോട്ട് ചോന്ത് റെഡിയായി വരിക. മറ്റേ എന്താണോ അത് ഒരു മഞ്ഞ കളറായി ഇങ്ങനെ നിൽക്കും. പിന്നെ ബിഗ് ബി ഒക്കെ ഇടണം. ബിഗ് ബി ആകുമ്പോൾ പിന്നെ അതൊരു രസമില്ലാത്ത ചോപ്പാണ്. ഇതാകുമ്പോൾ പിന്നെ കുറച്ചൊരു നാച്ചുറൽ മെഹന്തിൻ്റെ ഒരു ഫീല്, ആ ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ. അപ്പോൾ മൈലാഞ്ചി മൈലാഞ്ചി ഇട്ട് രമ്യം കൊയങ്ങിക്കണം, ഇട്ട് കൊടുക്കണോലും കൊയങ്ങിക്കണം. അങ്ങനെ ലാസ്റ്റ് ഒരു ഇത് അവിടെ വന്ന് ഇരുന്നിക്കിട്ടാ. അപ്പോൾ ഈ കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ ചെയ്യാണ്ട്. മണവാട്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മണവാട്ടി. ഓ, മണവാട്ടിക്ക് നാണം വരുന്നുണ്ട്. നാണം വന്നിട്ടുള്ള ഇങ്ങോട്ട് മുഖം പൊത്തുന്നുണ്ട്. കാരണം മേക്കപ്പ് ഒന്നും ഇല്ലാതെ അച്ചകൾക്ക് പെരീത്തെ ഡ്രസ്സിൽ കാണല്ലേ, അതുകൊണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ കല്യാണത്തിന് പോവാണ്. അപ്പോൾ കല്യാണം എന്ന് വെച്ചാൽ അവിടെ ചെറാങ്കുത്ത് എന്ന സ്ഥലമുണ്ട് സ്കൂളിൽ, അവിടെ ഒരു ഗ്രൗണ്ടിലാണ് കല്യാണം ഉള്ളത്. അവിടെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സൗകര്യമാണ്, വീട്ടിലത്തേക്കാളും സൗകര്യമാണല്ലോ വലിയ ഗ്രൗണ്ടിലാകുമ്പോൾ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മന ഉണ്ട്, നമ്പൂതിരികളൊരു വീട്, പുല്ലൂർ മന എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ല? അതിൻ്റെ ഉള്ളിൽ കൊന്നുകൊണ്ട് പോയിട്ട് ആ വീടൊന്ന് വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനത് ചെയ്യണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് പോകല്ലേ, ഇപ്പം നടക്കൂല. ഈ സ്കൂൾ ഗ്രൗണ്ട് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി വന്നേനു കേട്ടോ. അപ്പോൾ നമ്മളിതാ കല്യാണത്തിൻ്റെ സദസ്സിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് പുതിയണ്ണിൻ്റെ നാത്തൂന് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വൈഫ്. അപ്പോൾ കല്യാണത്തിന് വരുന്ന പോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് ഓലിങ്ങനെ കയറ്റാണ്. ഓലെ കഴുത്തിലാണെങ്കിൽ താമരപ്പൂവിൻ്റെ മാലൊക്കെ ഇട്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി സംഭവമാണത്. നമുക്ക് മുസ്ലിംസിലൊന്നും കാണാൻ കഴിയാത്തൊരു സംഭവമാണ് ഈ ഒരു താമരപ്പൂക്കളുകൊണ്ട്. 2 ആൾക്കുണ്ട് ഓരോ മാല, നല്ലൊരു ബൊക്കെയുണ്ട് താമരപ്പൂ കൊണ്ട് തന്നെ. അപ്പോൾ കല്യാണത്തിന് വരുന്ന പോലെയൊക്കെ ഫോട്ടോ എടുക്കാതെ വലിയ വിടുന്നില്ല. എല്ലാ ഫാമിലി ഫ്രണ്ട്സിനെയും അതുപോലെ അയൽവാസികളെയും എല്ലാവരെയും ഫോട്ടോ എടുക്കാതെ വലിയ വിടുന്ന പരിപാടിയില്ല. പിന്നെ ശിവേട്ടന് പറഞ്ഞാൽ ആകെ ഒരേ ഒരു മോളേ ഉള്ളൂ കേട്ടോ, ബാക്കി 2 ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ ശിവേട്ടൻ്റെ മോളെ കല്യാണം എല്ലാവരോടും പറഞ്ഞേക്കണ്. ഇനി നമുക്ക് ഫാമിലിനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ മണവാട്ടിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതാണ് നിൽക്കുന്നത്. അപ്പോൾ ഓലെ ഫാമിലിയൊക്കെയാണ് നമുക്ക് നോക്കുക, ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മണവാട്ടിൻ്റെ 2 ആങ്ങളമാർ, അമ്മ, അതുപോലെ ഏട്ടൻ്റെ ഭാര്യ, അതേപോലെ കുട്ടി. അങ്ങനെയാണ്, ഇതാണ് ഓലെ ഫാമിലി എന്ന് പറഞ്ഞാൽ. അമ്മയും അച്ഛനും 3 മക്കളും മരുമകളും പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം. അപ്പോൾ ഞാൻ അധികം ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല കേട്ടോ, എനിക്കങ്ങനെ കാണാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ എൻ്റെ മൂത്തച്ഛി ഇങ്ങനെ പറഞ്ഞു. ഓല അടുത്തൊക്കെ ഹിന്ദുസ് ഉണ്ട് പറഞ്ഞു. പക്ഷേ ഇതുപോലെ എന്താ അമ്പലത്തിൽ നിന്നൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ല രസമാണ് കാണാനെന്ന് പറഞ്ഞു. പക്ഷേ ഞാനങ്ങനെ കണ്ടിട്ടില്ല. കല്യാണത്തിനാണെങ്കിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി കുറേ സുന്ദരിമാരും വന്ന് കൂടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ മണവാട്ടിൻ്റെയും മണവാളിൻ്റെ കഴുത്തിൽ 2-3 ഐറ്റംസ് മാലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ശരിക്ക് ഒരു വെറൈറ്റി താമരപ്പൂവാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കുക ജസ്റ്റ് ഒന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തോ ഒരു ഫ്ലവറും കോർത്തിക്കണം, കണ്ടില്ല? അതിങ്ങനെ പൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒറിജിനൽ പൂവ് തന്നെയാണ് സംഭവം, ബൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സഫമോളും ജിനു ഓല കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു പച്ച തുളസിമാലയാണോ എന്താ സംഭവം അറിയില്ല, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് ഫ്ലവർ, ഇത് താമരപ്പൂവാണ്. അതിൻ്റെ ഇടയിൽ നമ്പ്യാർവട്ടം പോലത്തെ അങ്ങനത്തെ ഒരു പൂവാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കണ്ട് പോലെ പോവാനുള്ള വണ്ടിയൊക്കെ അത് അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ അതേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴത്തേന് മണവാളിനും പോകും. അപ്പോൾ ഈ നാത്തൂനെ വിട്ട് രമ്യമോള് പോവുകയാണ്. ഇതാണ് ഓളെ ആങ്ങളുടെ വൈഫ്. ഓളെ മൈലാഞ്ചിയൊക്കെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഫുഡ് കഴിക്കാനുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ പോയി നോക്കി. ഇപ്പോൾ നമ്മൾ മിക്സ്ഡ് ആയിട്ടുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മളെ മുസ്ലിംസ് വിവാഹത്തിനൊക്കെ ഒരു എല്ലാം സെപ്പറേറ്റ് ആയിക്കാറില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ എല്ലാവർക്കും കൂടി ഒരൊറ്റ പന്തലാണ്. ഹിന്ദുസ് വിവാഹത്തിൽ വല്ലാതെ പങ്കെടുക്കാത്തതുകൊണ്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇത് പ്രത്യേകം ഇങ്ങനെ പറയണത്. നമ്മൾ കണ്ട ഒരു അത്ഭുതങ്ങൾ ഇങ്ങനെ. പിന്നെ സംഭവം വിളമ്പലൊക്കെ ഒരു നല്ലൊരു അടിപൊളി സംഭവമാണ്. കാരണം ഒക്കെ ഒരു വെറൈറ്റി ഉണ്ട്, കാണാൻ തന്നെ നല്ല രസം. അപ്പോൾ നമ്മളെ മണവാളനും മണവാട്ടിയും കൂടി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പന്തൽക്ക് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓല് രണ്ടാളും ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഓലെ മണവാളിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ പുതിയണ്ണിനും പുതിയാപ്പിൾക്കുള്ള ഭക്ഷണത്തിലുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലയൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വിളമ്പൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാട്ടോ. പിന്നെ ഈ വാഴൻ്റെ ഇലയൊക്കെ എല്ലതും ഒരുപോലെ തന്നെ ലെവൽക്ക് വെച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും ഓലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ മോഡൽ കൂട്ടാനുകൾ ഇങ്ങനെ അതിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾ ഗ്ലാസ് വെക്കുക, പിന്നെ ഒരാൾ ചോറിടുക. അങ്ങനെ സംഭവം നല്ല ഒരു രസമായിട്ട് കാണാൻ. നമ്മളെ സാധാരണ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ പാത്രത്തിൽ കൊടുത്ത് ടേബിൾ മണ്ണ് വെക്കുക പോവുക, അങ്ങനത്തെ സംഭവമാണല്ലോ. ഇതെന്ന് വെച്ചാൽ ഒരു 8-10 ആൾക്കാർ തന്നെ ഓരോ കൂട്ടാനും കറിയും അതുപോലെ തന്നെ അവിയൽ, സാമ്പാർ, പായസം, പിന്നെന്താ പച്ചടി, കിച്ചടി, അതൊക്കെ വിളമ്പാൻ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പൊപ്പിട്ട് പോകുമ്പോൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു ഭാഗം പായസം, രസം, അതുപോലെ മോര് അതൊക്കെ ഇട്ട് പിന്നെയും വരുന്നുണ്ട്. അത്യാവശ്യം കൂട്ടാനും പായസവും മോരും രസമൊക്കെ അടങ്ങിയ നല്ലൊരു സെറ്റപ്പ് സദ്യ തന്നെ ഇവിടെ രമ്യമോളെ കല്യാണത്തിന് റെഡിയാക്കിക്കണ്. അപ്പോൾ ഈ ശിവേട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിശ്ചയം കാര്യങ്ങളും ഫുള്ള് സംഭവങ്ങൾ കല്യാണത്തിന് അനുബന്ധിച്ചുള്ള എല്ലാ സംഭവങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ ഓണൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഇതിനോടുള്ളൊരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ അട്ടപ്പാടിയിൽ നിന്നൊക്കെ വന്നതാണ് ശിവേട്ടൻ പറഞ്ഞ ആൾ. അങ്ങനെ നമ്മളെ തോട്ടത്തിലൊക്കെ ഒരു തേങ്ങ ഇടാനും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ ശേഷം മക്കളൊക്കെ വലുതായതിൻ്റെ ശേഷം നമ്മളെ തോട്ടത്തിൽ കൃഷി പണിക്കൊന്നും വരലില്ല. സ്വന്തമായി കുറേ വായും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല സെറ്റപ്പിൽ നല്ലൊരു അടിപൊളി. അന്ന് നമ്മളെ തോട്ടം കാണാൻ തന്നെ വൃത്തിയാണ് ശിവേട്ടൻ പണിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ശിവേട്ടൻ്റെ മോളും മരുമകനും ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ പുറപ്പെടും കേട്ടോ. ഇപ്പം പിന്നെ ശിവേട്ടൻ അങ്ങനെ വല്ലാതെ തോട്ടത്തേക്കൊന്നും വരലില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കാട് മൂടി കിടക്കണം. ആ ഒരു ഭംഗി, ആ ഒരു വൃത്തിയാണ് പോയി കിട്ടിയിട്ടാ. അപ്പോൾ ഇവിടുത്തെ വല്യപ്പൊക്കെ ഉള്ള കാലത്ത് തന്നെ ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ്. പിന്നെ ശിവേട്ടൻ ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ തന്നെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഭക്ഷണം കഴിക്കാനത് ഞങ്ങളും ഇവിടെ ഇരുന്നിട്ടുണ്ടോ. ഒരു ഡസൻ ആൾക്കാർ വിളമ്പാനും ഇതിനൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഓരോ പാത്രമുണ്ട്. നമ്മളിരുന്നപ്പോൾ തന്നെ മണവാളിനൊക്കെ ഫുഡ് കഴിച്ച് നീച്ചിട്ട ഓല് ഇനിയിപ്പോൾ പോകണേ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട്. കാരണം ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നും ചെയ്തു. ഇനി ഫുഡ് കഴിച്ച് കൈ കഴുകിയിട്ട് ഓല് നേരെ കാറിൽ കയറി പോകും. അപ്പോൾ ഇതിന് നമുക്കുള്ള സദ്യയൊക്കെ അവിടെ വിളമ്പൽ തുടങ്ങിക്കണേ. ഓരോ തലക്കുന്ന് ഇങ്ങനെ വിളമ്പി തുടങ്ങട്ടെ. ഫസ്റ്റ് ടൈം തന്നെ നമ്മളെ ടേബിളിൽ നീളത്തിലുള്ള ഒരു ടേബിളുകളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കണം. കാരണം നമ്മൾ സാധാരണ കല്യാണത്തിനാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചെയർ ഇടാമല്ലോ. പക്ഷേ ഇത് പറഞ്ഞ ആളുകൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടത് കൊണ്ട് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇലയൊക്കെ ഒരേ ലെവൽക്ക് ഇങ്ങനെ വെച്ച് തുടങ്ങുന്നുണ്ട്. ചിലയിടത്തൊക്കെ പേപ്പർ വാഴയിലേക്കാരം, പക്ഷേ ഇത് ശരിക്കും നല്ല നാച്ചുറൽ വാഴയിൽ തന്നെയാണ്. അപ്പോൾ ആ തല മുതൽ ഈ തല വരെ ഇങ്ങനെ വിരിച്ച് പോവാണ്. പിന്നെ അതിൻ്റെ മേലെ ഓരോ ഗ്ലാസ് വെച്ച് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ശർക്കരപ്പേരി, അതിൻ്റെ പിന്നാലായിട്ട് ഒരാൾ കായ വറുത്തത്, അതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ആൾ നല്ല അടിപൊളി മാങ്ങച്ചാറാണ് അതിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒരു തലക്കിലാണ് മാങ്ങച്ചാർ. ഓരോന്നിടാനും ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വേറെ എന്തോ ഒരു സൈസ് ഉപ്പേരി, പിന്നെ മത്തനോണ്ടുള്ളൊരു സംഭവമാണ്, എന്താണ് പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നല്ല ചക്കരപ്പുളി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, പുളിഞ്ചി. തൊട്ടടുത്തായിട്ട് തന്നെ സോയാബീൻ കൊണ്ട് വേറെന്തൊരു വെറൈറ്റി ഐറ്റംസ്, ഒരു വരട്ടിയ ടൈപ്പിലുള്ള വേറൊരു കൂട്ടാൻ. അതിൻ്റെ ഒപ്പം തന്നെ അവിയൽ പറഞ്ഞ സംഭവം പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വേറെ എന്തോ ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പേര് കറക്റ്റ് അറിയില്ല. പിന്നെ എല്ലാവർക്കും പപ്പടം. ഇപ്പം തന്നെ ഏകദേശം കൂട്ടാൻ കൊണ്ട് ഇല നിറഞ്ഞ അതേപോലെയൊക്കെയാണ്. ഇപ്പോൾ ചോറിടാനുള്ള സ്ഥലം കുറച്ച് ബാക്കിയുള്ളൂ. എരിവും മധുരം പുളിയൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് കൂട്ടാനുകളൊക്കെ വായൻ്റലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു.
ഇനി അടുത്ത പരിപാടി ഇതിലേക്കുള്ള ചോറാണ്. അപ്പോൾ ചോറ് ഇങ്ങനെ ഒരു തിളക്കം തന്നെ ഇങ്ങനെ വിളമ്പി കൊടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതാ എനിക്കുള്ള ചോറും ഇതവിടെ കൊടുന്നിട്ടിരിക്കണേ. പിന്നെ എന്താണോ സദ്യ കഴിച്ചാൽ പിന്നെ ക്ഷീണം ഉണ്ടാവില്ല. മറ്റേന്ന് വെച്ചാൽ ബിരിയാണി നെയ്ച്ചോറ് തിന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കല്യാണം കഴിഞ്ഞതൊരു മന്ദപ്പയിക്കാരം. ഇത് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഷാറായി തിന്നും ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു ഗ്ലാസ്സിൽ ഇത് നല്ല അടിപൊളി പാലട പ്രഥമൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും പാലട പ്രഥമനാണ്. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കുകയും ചെയ്യാം. കൂട്ടാനുകളെല്ലാം ഫുള്ള് സെറ്റ്, പപ്പടമായി, പായസമായി, ചോറായി. അപ്പോൾ അതിക്കുള്ള സാമ്പാറുമായി ഓരോ ബക്കറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ സദ്യക്ക് സാമ്പാർ ഒഴിക്കണ കാണാൻ പ്രത്യേക ഒരു രസമാട്ടോ. ആ ചോർക്ക് ഇങ്ങോട്ട് കയ്യിൽ ശരിക്കും അമർത്തി വെച്ചിങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ സാമ്പാർ ആയിട്ട് വന്നിക്കണ്. നല്ല അടിപൊളി സാമ്പാറിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ സാമ്പാറൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് ചോറ് തിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മളെ ശിവേട്ടൻ്റെ മോളെ രമ്യമോളുടെ കല്യാണത്തിൻ്റെ സദ്യത നമ്മൾ കഴിക്കുകയാണ്. ഈ സദ്യ വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. എല്ലാം കൂടെ ഇങ്ങോട്ട് കഴിക്കുമ്പോഴേ പെട്ടെന്ന് വയറ് നിറയും ചെയ്യും. കാരണം ഈ കണ്ട കൂട്ടാനൊക്കെ നമ്മളെ പള്ളിക്കനല്ലേ പോകുന്നത്. അപ്പോൾ അടുത്ത ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ടതാ മോരാണ്. അപ്പോൾ കൈ കാട്ടി കൊടുക്കണം ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഉണ്ട് കുടിക്കുക. മോര് കൂടി കഴിഞ്ഞ് വെക്കുന്നതാ പിന്നെ രസമായിട്ട് വന്നീനു. അങ്ങനെ മോരും രസവും പായസവും എല്ലാം കൂടി കൂട്ടി നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് എണീറ്റു. അപ്പോൾ അടുത്ത ട്രിപ്പ് ആളുകളൊക്കെ ഇരുന്നു കേട്ടോ. പായസം നല്ല അടിപൊളി പാലട പ്രഥമൻ തന്നെ ഒരു രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആ ഒരു പായസം. ആ പായസം വേണമെന്നുള്ളവർക്ക് ഇവര് വീണ്ടും വീണ്ടും ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ രമ്യമോളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഇപ്പം നമ്മളിനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പുതിയണ്ണും പുതിയാപ്പിളയും ഒക്കെ പോയി. കല്യാണത്തിന് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം സമയം ഒരു 12:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന സമയം തന്നെ എല്ലാവരും ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകൾ വരുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ കയ്യെ കഴുകി വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം വന്നവർക്കൊന്നും പുതിയണ്ണിനും പുതിയാപ്പിളിനൊന്നും കാണാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. ഓലൊക്കെ പെട്ടെന്ന് പോയി. ഓലൊക്കെ 4 മണിക്കൊക്കെ ഓല അമ്പലത്തിൽ പരിപാടിയൊക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞൊരു 12:30 ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് ഓല് പോയിട്ടോ ഓല വീട്ടിലേക്ക്. ഇപ്പോൾ ഏകദേശം ഒരു ഈ ടൈം ആയപ്പോൾ തന്നെ ആളുകൾ കൂടി വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായി അങ്ങനെയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. എന്നാൽ ശരി മക്കളെ.